ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അങ്ങനെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ യൂട്യൂബ് ചാനൽ റീ ഓപ്പൺ ചെയ്യാണ്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ജോർദാനിൽ നിന്നായിരിക്കും കാണിക്കുക. അതെ ഗൈസ്, ഞാൻ കേരളത്തിൽ നിന്ന് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ്, ജോർദാനിലേക്ക്. ദിസ് ഇസ് മൈ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈ. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആണ്. ഇതാണ് നമ്മുടെ കോഴിക്കോട് എയർപോർട്ട്. 3:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 1:30 ഒക്കെ ആകുമ്പോഴേക്കും ഞാനവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്കെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ഗേറ്റ് നമ്പർ 3 ആണ്. 3:30ക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ ടൈം വന്നിട്ട് 1:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളത് ഖത്തർ എയർവേസ് ഫ്ലൈറ്റാണ്. ഇവരാണ് നമ്മുടെ എയർ ഹോസ്റ്റസും പൈലറ്റ്സും. കേരള ടു ഖത്തർ, ഖത്തർ ടു ജോർദാൻ, അങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഖത്തറിൽ നമുക്കൊരു 4 hour 20 minutes ലേ ഓവറും ഉണ്ട്. ഗേറ്റ് 3 ആയിരുന്നു നമ്മുടേത്. ഗേറ്റ് ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെയിറ്റിംഗ് ഉണ്ട് കുറച്ച് സമയം. കുറച്ചല്ലതിപ്പോൾ കുറേ സമയമായി. ഫ്ലൈറ്റിലേക്ക് കയറുന്ന ടൈമിൽ ഞാനൊന്ന് വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തു കേട്ടോ. ഇങ്ങനെയാണ് അവർക്കും വിമാനമൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ആ കയറുന്ന ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. എനിവേയ്സ്, ഞാൻ അവിടെ ബോർഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വിൻഡോ സീറ്റ് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. പുറത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായി കണ്ടു. ഫ്ലൈറ്റിൽ കയറുന്ന ഒരാൾക്ക് അറിയാം ആദ്യമായിട്ട് കയറുമ്പോൾ ഒക്കെ നമുക്കുള്ളിലുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്. അങ്ങനെ ഖത്തർ എയർവേസിൻ്റെ നല്ല അടിപൊളി സർവീസാണ് കേട്ടോ. അവരൊരു ബ്ലാങ്കറ്റും ഹെഡ്സെറ്റും ഒരു റിഫ്രഷിങ് ടിഷ്യൂ നമുക്ക് തന്നു. ഞാനൊന്ന് ഉറങ്ങാൻ കിടന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ഞാൻ ഉറങ്ങാൻ കിടന്ന അതേ ടൈം തന്നെ എനിക്ക് വന്നു. നമ്മൾ ആകാശത്തിരിക്കുമ്പോൾ എവിടെ നിന്നോ നമ്മുടെ സമയം ഒന്ന് മാറിയിട്ടുണ്ട്. എപ്പോഴാണെന്ന് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ ഖത്തറിൽ വന്നിറങ്ങി. റൺവേയിലായിരുന്നു ഇറങ്ങിയത്. അവിടെ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറി നമ്മുടെ എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മളിവിടെ ഖത്തർ എയർപോർട്ടിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് വരുന്നത് ഇനി 9:30ക്കാണ്, 9:50ക്കാണ്. ഖത്തറിലെ 9:50ക്ക്. അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണം. 4 hour 20 minutes നമുക്ക് ലേ ഓവർ ഉണ്ട്. ഞാനിവിടെ എത്തിയിട്ട് ഒരു 2 hour ഇപ്പോൾ ആയി. ഒരു 5:30 ആകുമ്പോൾ എത്തിയില്ല. 6:30 7:30 ആയില്ലേ. അപ്പോൾ നമുക്കൊരു 7:45 ഒക്കെ ആവുന്ന സമയത്ത് ഖത്തർ എയർവേസിൻ്റെ കൗണ്ടറിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഗേറ്റ് പറഞ്ഞുതരും. പിന്നെ നമുക്കൊരു 2 hour അവിടെ വെയിറ്റ് ചെയ്യാം. 8:50 നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. പൊതുവേ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഞാൻ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാറുള്ളൂ. മൈഗ്രെയിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫോൺ ഞാൻ മാക്സിമം ഒഴിവാക്കാറുണ്ട്. പക്ഷേ ഖത്തറിൽ നിന്ന് ഞാൻ ഭയങ്കര വണ്ടറായിപ്പോയി. ഇത്രയും വലിയൊരു എയർപോർട്ട് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല. എല്ലാവരും ഒരു 1 ടൈമെങ്കിലും വിമാനത്തിലൊക്കെ കയറാൻ ശ്രമിക്കണമെന്ന് അപ്പം എനിക്ക് തോന്നിപ്പോയി. മൂവ് ഓൺ ടു അവർ സെക്കൻഡ് ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരുന്നു. ഞാനൊരു കുഞ്ഞു ഫ്ലൈറ്റിൽ നിന്ന് ഒരു വലിയ ഫ്ലൈറ്റിലേക്ക് എത്തി. ആൻഡ് അതിലുണ്ടായിരുന്ന ആൾക്കാരും ഒരു മലയാളികളെ പോലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നെ കണ്ടപ്പോൾ ആ ഫ്ലൈറ്റിലുള്ള അധികം ആൾക്കാർ ഒരു വണ്ടർ പോലെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്തിരുന്ന ഒരു ചേച്ചിയൊക്കെ. അങ്ങനെ നമ്മളവിടെ വന്ന് ഇറങ്ങി. സുബേറിൻ്റെ ഫോണിലാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റ് വീഡിയോ എടുത്തത്. ഹലോ, അപ്പോൾ നമ്മളിവിടുത്തെ വന്നതിന് ശേഷമുള്ള വീഡിയോസൊക്കെ എടുക്കാൻ സത്യമായിട്ട് വിട്ടുപോയി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, ഒരു ശിവനെയും മുത്തപ്പനെയും. അപ്പോൾ വരുമ്പോൾ ഉള്ള കുറേ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. കാരണം വന്നിറങ്ങിയപ്പോഴേക്കും എൻ്റെ ഫോൺ ഡെഡായി ഗൈസ്. പിന്നെ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ട്വിസ്റ്റാണ്. രാവിലെ ആവുന്ന സമയത്ത് ഭയങ്കര ചൂട്, നൈറ്റ് ആവുന്ന സമയത്ത് ഭയങ്കര കാറ്റ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു നൈറ്റ് ടൈമാണ് അധികവും പുറത്തിറങ്ങുന്നതും അവർ ചില്ല് ചെയ്യുന്നതും. അവരുടെ ഒരു ടൈം എന്ന് പറയുന്നത് നൈറ്റാണ്. എനിക്ക് തോന്നുന്നത് രാവിലെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയതുകൊണ്ടായിരിക്കാം മേ ബി. എനിക്കിവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ജോർദാൻ എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റിന് എനിക്ക് ഭയങ്കര ത്രോട്ട് പ്രോബ്ലം ആയി, ജലദോഷമൊക്കെ വന്നു. ഇപ്പം ഞാനത് നോർമലായിട്ട് വരികയാണ്. ഒരു മ്യൂസിക് കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് നമ്മുടെ നാട്ടിലെ ഒരു പാട്ട് ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ആരെങ്കിലും കോപ്പി അടിച്ചാണോ ഇതെന്ന് എനിക്കറിയില്ല. ഞാൻ സമയം പോലെ അത് കേൾപ്പിച്ച് തരാം പുറത്ത് പോകുമ്പോൾ. ഓക്കെ, ദിസ് ഇസ് മൈ 3rd day അറ്റ് ജോർദാൻ. 3ാമത്തെ ദിവസമായി. ആദ്യത്തെ 2 ദിവസമൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ്ലി ഹെൽത്ത് വൈസ് ഒന്ന് ഓക്കെ ആയി വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ വെതർ. രാവിലെ ഭയങ്കര ചൂടാണ്. അധികം ആരെയും നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ സിറ്റി കംപ്ലീറ്റ്. ഭയങ്കര നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ്. ഒരു വേസ്റ്റ് പോലും നമുക്ക് കാണാൻ പറ്റില്ല അവിടെ എവിടെയൊന്നും. അങ്ങനെ നൈറ്റ് ആയപ്പോൾ ഒന്ന് പുറത്ത് പോവാം, ഇവിടെ ഇന്ത്യൻ ഹോട്ടലുണ്ട്, നമുക്ക് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെഡി ആവുകയാണ്. മലബാർ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ എല്ലാവരും ഓൺ ആവുന്നതും നൈറ്റാണ് കേട്ടോ. മോർണിംഗ് ടൈമിൽ നമുക്ക് അധികം ആരും പുറത്ത് കാണാൻ പറ്റില്ല. കുറച്ചുകൂടി സേഫ് ആൻഡ് സെക്യൂർ നമ്മൾ നൈറ്റാണെന്ന് വേണമെങ്കിൽ പറയാം.
അങ്ങനെ ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ മലബാറൊന്നും കണ്ടു, കുറച്ച് മലയാളികളെയും കണ്ടു. ആ കൗണ്ടറിൽ 2-3 മലയാളികളെയും കണ്ടു. അവരോട് കുറച്ച് സംസാരിച്ചപ്പോൾ പകുതി സമാധാനമായി. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിയും പൊറോട്ടയും ബീഫ് റോസ്റ്റും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു കേരള സ്റ്റൈൽ ഫുഡ് ഒരിക്കലും പുറത്ത് വന്നിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്പൈസസും നമ്മളിടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും ആയിരിക്കില്ല ഇവരുടേത്. അപ്പോൾ ഒരു ബിലോ ആവറേജ് ഫുഡെന്ന് മാത്രം പറയാം. പക്ഷേ മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ ഒരു ഇന്ത്യൻ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആൻഡ് എടുത്തു പറയേണ്ടത് ഇവരുടെ ഹൈജീനാണ്. ഈ സിറ്റിയിൽ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ വേസ്റ്റ് എടുക്കാൻ വണ്ടി വരികയും വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. നിങ്ങളീ കാണുന്ന പോലെ തന്നെ ഈ സിറ്റി കംപ്ലീറ്റ്ലി ഹൈജീനാണ്. എവിടെയും വേസ്റ്റ് കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ മുക്കിന് ഗോൾഡ് ഷോപ്പ് ഉള്ളതുപോലെ ഇവിടെ സിൽവറാണ് ഇവർ കൂടുതൽ കൊടുക്കുന്നത്. അതും നല്ല റേറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി ഇന്ത്യ എന്ന് പറയുന്നില്ല, കേരള. അപ്പോൾ ഇവരുടെ സിൽവർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങളും വാങ്ങിച്ചു ഒരു റിങ്ങും ഒരു ചെയിനും. അങ്ങനെ ഇന്ത്യയിലെ വില വെച്ച് നോക്കുമ്പോൾ എത്രയോ ലാഭത്തിനാണ് കേട്ടോ നമുക്കിത് കിട്ടിയത്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഒരു ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. ബാങ്കിലെ സർവീസും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരു കൗണ്ടറിൻ്റെ മുന്നിലൊന്നും നിൽക്കില്ല. ആൻഡ് ഓൾസോ ഇവിടുത്തെ ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ചായ തരും അവർ. ചായ, കാവ അങ്ങനെ എന്തോ ആണ് അതിന് പറയുക. ആർക്ക് വേണമെങ്കിലും എടുത്ത് കുടിക്കാം. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു തിരിച്ച് ഊബർ വിളിച്ചിട്ടാണ് പോയത്. നിങ്ങളീ കാണുന്ന പോലെ തന്നെ ഈ സിറ്റി ഇപ്പോഴും ഓണാണ്. ടൈം ഒരു 12:30 കഴിഞ്ഞു തോന്നുന്നു. എന്നാലും അവിടെ ഫുൾ ഓണാണ്. എല്ലാവരും പുറത്ത് തന്നെയാണ്. ആരും 10 മണിയാകുമ്പോഴേക്കും വീട്ടിൽ കയറി ഇരിക്കില്ല. കാരണം അത്രയും സേഫാണ് ആ സിറ്റി. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. എനിക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരിക്കലും നമ്മൾ ഫുഡിന് കുറ്റം പറയരുത്. കാരണം പുറത്ത് വന്നിട്ട് നമുക്കൊരു ഇന്ത്യൻ ഫുഡ് കിട്ടിയല്ലോ എന്നുള്ളതിൽ ഐ ആം സോ ബ്ലെസ്ഡ്. അങ്ങനെ വീടെത്തി കുറച്ച് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അതൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് പ്രവാസികളുടെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ ഫുഡ് തന്നെയായിരിക്കും. നല്ല എരിവോടെയും പുളിയോടെയും ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ റൂമിൽ തന്നെ കുക്ക് ചെയ്യണം. അതും ഈ പറയുന്ന പുളിയൊന്നും ഇവിടെ അങ്ങനെ കിട്ടില്ല. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഈ മാങ്ങയ്ക്കും വലിയ ടേസ്റ്റൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ വാടിപ്പഴുത്ത മാങ്ങ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ ഉള്ളൂ. അപ്പോൾ നാട്ടിലൊരു ടേസ്റ്റ് നമ്മൾ പുറത്ത് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മൾ വെച്ചുണ്ടാക്കുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ജോർദാൻ വിശേഷങ്ങൾ. മറ്റ് വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഒരുപാട് നല്ല സ്ഥലങ്ങളിവിടെ കാണാനുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് മൈ ചാനൽ. Okay, good night. See you on the next vlog.